ഹലോ, എൻ്റെ പേര് സൈന. എൻ്റെ പേര് കാർത്തിക. ഞങ്ങള് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻസ് ആണ്. നമ്മുടെ ബ്രില്യന്റിലെ സ്വന്തം പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങള്. അപ്പൊ നീറ്റ് എക്സാം ഇപ്പൊ അടുക്കാറായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അനുഭവിച്ച കുറച്ച് സ്ട്രെസ് ഒക്കെ എങ്ങനെ ഞങ്ങൾ മാനേജ് ചെയ്തു എന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർക്കൊക്കെ ചിലപ്പോൾ കൂടി വരും, കുറഞ്ഞു വരും. അപ്പൊ ആരും ടെൻഷൻ അടിക്കരുത്. നമ്മുടെ മിസ്റ്റേക്ക് ഒക്കെ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് ഈ 1 മന്തുള്ള ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീറ്റ് റാങ്കിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രിപ്പറേഷൻ ലെവല്. അപ്പോൾ ഈ സമയത്തായിരിക്കണം നമ്മുടെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതേപോലെ തന്നെ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാം. മാർക്ക് കുറഞ്ഞു വെച്ചിട്ട് കോൺഫിഡൻസ് കുറയൊന്നും ചെയ്യരുത്. പിന്നെയും ആ കുറവിനെ പിന്നെ എന്താണ് നമ്മുടെ കുറവെന്ന് കണ്ടുപിടിച്ച് തിരുത്താനുള്ള ഒരു വേ ആയിട്ട് ഈ ഒരു മന്ത് യൂസ് ചെയ്യുക. പിന്നെ മാക്സിമം റിവിഷൻ ചെയ്യുക. നമ്മുടെ ബേസിക്സ് നല്ല തറവാക്കിയിട്ട് റിവിഷൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു മന്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ വൈറ്റ് ബോർഡ് വെച്ചിട്ട് പോകുമ്പോൾ ക്ലിനിക്സിൽ പോകുന്നതും അതുപോലെ പേഷ്യൻസിനെ കാണുന്നതും സർജറി കാണുന്ന എക്സ്പീരിയൻസും പിന്നെ കോളേജിലെ ഓരോ പരിപാടികളും അങ്ങനെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വേൾഡാണ്. ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും കഷ്ടപ്പെടുന്ന ഓരോരുത്തരും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കഷ്ടപ്പാടിൽ കോൺഫിഡൻസ് ആക്കി വെച്ചിട്ട് ആ കോൺഫിഡൻസിൽ നീറ്റ് എഴുതിയെടുക്കാൻ ആ നീറ്റിന് വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ ഒരു അപ്രോച്ച് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. പിന്നെ എക്സാമിന്റെ അന്ന് നമ്മൾ നേരത്തെ പോകാൻ നോക്കാം. ഒരു 2 മണിക്കൂറിന് മുമ്പ് എക്സാം സെന്ററിൽ എത്താൻ നോക്കാം. അപ്പോൾ ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ടെൻഷൻ ആയി പോകും. പിന്നെ അവർ പറയുന്ന ആ ഡ്രസ് കോഡ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ഇൻ കേസ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അപ്പോൾ ടെൻഷൻ ഉണ്ടാവുന്നേക്കാൾ നല്ലത് നമ്മളെല്ലാം നോക്കി പോകും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ എല്ലാവരും എഴുതാം. ഇത് നമ്മുടെ ഡ്രീമാണ്, നമ്മുടെ പാരന്റ്സിന്റെ ഡ്രീമാണ്. സോ കോൺഫിഡന്റ് ആയി വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.